ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും വിനീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു പരിപ്പ് കൂട്ടാനാണ്. പരിപ്പ് കൂട്ടാന്റെ കൂടെ അതിൽ ഇട്ടിരിക്കുന്ന വിഭവം നിങ്ങൾ ചെയ്യാറുണ്ടോ എന്ന് എനിക്കറിയില്ല. അതാണ് സ്പ്രിംഗ് ഓണിയൻ ദാൽ എന്ന് പറഞ്ഞ് നമുക്ക് റൊട്ടിയുടെ കൂടെ അതേമാതിരി ചോറിന്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ഒരു ഫ്ലേവറോട് കൂടിയിട്ട് നല്ലൊരു അസല് കൂട്ടാനാണ്. അപ്പോൾ സ്പ്രിംഗ് ഓണിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും ആൾക്കാരുടെ മനസ്സിൻ്റെ ഉള്ളിൽ വരുന്ന ഒരു കാര്യം അത് യൂസ് ചെയ്യുന്നത് മഞ്ചൂരിയാനും ഇല്ലെങ്കിൽ ഫ്രൈഡ് റൈസിനുമാണ് എന്നുള്ളതാണ്. അങ്ങനെയല്ല, സ്പ്രിംഗ് ഓണിയൻ പലതിനും ഇതേപോലെ യൂസ് ചെയ്യാം. വെറും അതുകൊണ്ട് മാത്രം ഉപ്പേരിയും നമുക്ക് വെക്കാം. അത് ഞാൻ ഒരു ദിവസം വേറെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് സ്പ്രിംഗ് ഓണിയൻ കൊണ്ടുള്ള ഒരു ദാലാണ്. വാങ്ങോ കിച്ചണുക്ക് പോലാം, എപ്പടി പண்றதுன்னு பார்க்கலாம். ഓക്കെ, വരും. അപ്പോൾ വരൂ, നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ചീഞ്ചട്ടി വെച്ചിട്ടുണ്ട്, എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഏത് എണ്ണ വേണമെങ്കിലും ഒഴിക്കാം. നമ്മുടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. കടുക്, വറ്റൽ മുളക് ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 4 അല്ലി വെളുത്തുള്ളി നന്നായിട്ട് വട്ടത്തിൽ മുറിച്ചിട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വെളുത്തുള്ളി വേണ്ടാന്നുണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യാം, നോ പ്രോബ്ലം അറ്റ് ഓൾ. പിന്നെ ഒരു 4-5 പച്ചമുളക് നടുവേ കീറിയിട്ട് അതും കൂടി ഇട്ടിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മൊരിയട്ടെ. ഒരു മീഡിയം സൈസ് സവോള നന്നായിട്ട് ചോപ്പ് ചെയ്തിട്ട് അതും കൂടി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് സോട്ടേ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് ആഡ് ചെയ്യണം. 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1 സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 4-5 പച്ചമുളക് ഇട്ടതുകൊണ്ട് കുട്ടികൾക്ക് ഒരുപാട് എരിവ് വേണ്ട. പിന്നെ വറ്റൽമുളകും ഉണ്ട്, അതുകൊണ്ട് ഞാൻ കാശ്മീരി ചില്ലിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സാധാരണ മുളക് പൊടി ഇട്ടോളൂ. ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് വഴറ്റുക. ഇനി വേണ്ടത് ഒരു മീഡിയം സൈസ് 2 തക്കാളിയാണ് ഇതിലേക്ക് ഇടുന്നത്. നല്ല പോലെ എന്താ വെച്ചാൽ ഈ ഒരു തക്കാളിയുടെ പുളിപ്പ് നന്നായിരിക്കും ഈ ഒരു സ്പ്രിംഗ് ഓണിയൻ ദാലിന്. ആ ഒരു തക്കാളി ഇങ്ങനെ കഴിക്കാനും നന്നായിരിക്കും, അതിൻ്റെ കൂടെ ഇട്ടാലും നന്നായിരിക്കും. ഇനി ആവശ്യത്തിന് ഉള്ള നല്ല പോലെ നന്നായിട്ട് ഉപ്പിടുക. എന്നിട്ട് നല്ല പോലെ ഒന്ന് സോട്ടേ ചെയ്ത് കൊടുക്കുക. നമുക്ക് മാഷ് ആയിട്ടൊന്നും വേണ്ട, എന്നാലും നല്ല പോലെ ഒന്ന് സോട്ടേ ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ 2 തണ്ടാണ് എടുത്തിരിക്കുന്നത് സ്പ്രിംഗ് ഓണിയൻ. അതിലത്തെ ഗ്രീൻ സൈഡും ഉള്ളിയുടെ സൈഡും താഴത്തുള്ള ഉള്ളിയുടെ ഭാഗവും കംപ്ലീറ്റ് ആയിട്ട് എടുത്തോളൂ. എന്താണ് പറയുക, ഒരു 4 എണ്ണം ഉള്ള പോലെയുള്ള 2 കെട്ടാണ് എടുത്തത്. അപ്പോൾ അങ്ങനെ 8 എണ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ടൊന്ന് സോട്ടേ ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് എണ്ണയൊക്കെ ഇങ്ങനെ ഒന്ന് തെളിഞ്ഞു എന്ന് കാണുന്ന സമയത്ത് വേവിച്ച് വെച്ചിട്ടുള്ള തുവരപ്പരിപ്പ്, അതായത് ഒരു 2 വിസിൽ കൊടുത്താൽ മതി, ഒരുപാട് ഉടയൊന്നും വേണ്ട. 2 വിസിൽ കൊടുത്തിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ തുവരപ്പരിപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കുക. നിങ്ങൾക്കിനി നല്ല കട്ടിക്ക് വേണം, ചപ്പാത്തിക്കൊക്കെ ഇങ്ങനെ എടുത്ത് കഴിക്കണ പോലെ നല്ല കട്ടിക്ക് വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ലേശം ഒരു 1/2 കപ്പ് മാത്രം വെള്ളം ഒഴിച്ചിട്ട് ഈ ഒരു കട്ടിക്ക് നിങ്ങൾ എടുത്തോളിന് അതൊരു വിരോധമില്ല. ഞാനിപ്പോൾ ചോറിൻ്റെ കൂടെ ആയതുകൊണ്ട് ഞാനിതിലേക്ക് ഒരു 2.5 കപ്പ് വെള്ളം കുക്കർ തന്നെ അങ്ങോട്ട് ഒലിമ്പിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കിയിട്ട് ഇതൊന്ന് തിളയ്ക്കാൻ അനുവദിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ചോയ്സാണ്, എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ പരിപ്പ് കൂട്ടാൻ നിങ്ങൾക്ക് ഉണ്ടാക്കാം. അപ്പോൾ നല്ല കട്ടിക്കാണ് ചിലവർക്ക് ഇഷ്ടാവുക. ഇനിയിപ്പോൾ ചിലവർക്ക് ചോറിൻ്റെ കൂടെ തന്നെ നല്ല കട്ടിക്കാണ് ഇഷ്ടാവുക. അപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ ഇഷ്ടമല്ല. അപ്പോൾ ഈ ഒരു ദാൽ പോറിങ് കൺസിസ്റ്റൻസിയിലാണ് സ്പ്രിംഗ് ഓണിയൻ ദാൽ ഞാൻ ഉണ്ടാക്കുന്നത്. നല്ല മണമായിരിക്കും, വീട് മുഴുവൻ സൂപ്പർ മണമായിരിക്കും ഇത് തിളയ്ക്കുന്ന സമയത്ത്. എന്താ വെച്ചാൽ സ്പ്രിംഗ് ഓണിയൻ്റെ ആ ഒരു സ്മെല്ല് തന്നെ ടോട്ടലി ഡിഫറെൻറ്റ് ലെവലിലേക്കായിരിക്കും ഹിറ്റ് ചെയ്യാൻ പോകുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള സ്പ്രിംഗ് ഓണിയൻ ദാൽ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ചോറിൻ്റെ കൂടെ ആണ് സെർവ് ചെയ്യുന്നത്. വേറെ ഒന്നും തന്നെ ഇതിന് ആവശ്യമില്ല. ഞാൻ പക്ഷേ ഒരു ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട്. കുട്ടികൾക്ക് ഇനി ഇത് മാത്രമായാൽ നമ്മളെമാതിരി അവർ കഴിക്കണം എന്നില്ലല്ലോ. അപ്പോൾ ഉരുളക്കിഴങ്ങും ക്യാബേജും കൂട്ടിയിട്ട് ഞാൻ ഒരു എന്താണ് പറയുക ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നടുവിൽ ചോറ് വിളമ്പിയിട്ട് ചുറ്റോട് ചുറ്റും ഈ ഒരു സ്പ്രിംഗ് ഓണിയൻ ദാൽ ഒഴിച്ചിട്ട് നമുക്ക് അങ്ങോട്ട് കഴിച്ചാലോ. അടിപൊളിയായിട്ടുള്ള ചോറ് റെഡി. അപ്പോൾ വാങ്ങ സാപ്പിടലാം. അപ്പോൾ ചോറ് വിത്ത് സ്പ്രിംഗ് ഓണിയൻ ദാൽ നിങ്ങൾ കണ്ടതാണല്ലോ. കൂടെ തന്നെ കൊഞ്ചമാ മേലാപ്പടി കൊഞ്ചം നെയ്യ് ഊറ്റി. പിന്നെ എൻ്റെ ഫ്രണ്ട് ഡൽഹിയിൽ നിന്ന് അച്ചാറ് കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്, വെറും പച്ചമുളക്. അതും പോട്ട് ഇന്നത്തെ ഉപ്പേരി ഉരുളക്കിഴങ്ങ് ആൻഡ് ക്യാബേജ്, அதுவும் கொஞ்சமா சைடில் போட்டு பாருங்கோ. சாப்பிடலாமா? തക്കാളിയൊക്കെ അങ്ങനെ കഴിക്കാൻ കിട്ടും. ഒരു ചോറിന്റെ സൈഡിൽ കുറേ കൂട്ടാൻ ഒഴിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഹായ്
സൂപ്പർ. നിറയെ എടുത്ത് ഒഴിക്കണേ, എന്നാലേ ഈ ഫീൽ കിട്ടുള്ളൂ. അല്ലാണ്ട് ഇങ്ങനെ അറളം പറലൊന്നും പാടില്ല. ഉപ്പേരി സൂപ്പർ. പച്ചമുളക് അച്ചാർ, കടുകണ്ണയുടെ ഫീൽ. എന്തായാലും ഈ പരിപ്പ് കറി നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് ഇതേപോലെ കുറേ എടുത്ത് കഴിക്കണേ. അപ്പൊ ഉണ്ടാക്കി നോക്കുന്ന പ്രതീക്ഷിക്കണോ? ഞാൻ കഴിക്കട്ടെ, സമയമായി നിർത്താനുള്ളത്. വീണ്ടും നമുക്ക് കാണാം. Till then, take care and bye-bye. Winnie's Kitchen.